വിശാല ഹൃദയന്റെ ഹോട്ടലാണെന്ന് തോന്നുന്നു. ഓഹോ, മണമടിച്ചിട്ട് വായിൽ വെള്ളം നിറയുന്നു. വില്ല കാണുമ്പോ കണ്ണ് നിറയാതിരുന്നാ മതി. കഴിക്കാൻ എന്താ ഉള്ളേ? ചപ്പാത്തി, പൊറോട്ട, ഉപ്പുമാവ്, പത്തിരി, ഇഡ്ഡലി, ഭൂരി, നെയ്റോസ്റ്റ്, നെയ്വട, ഉഴുന്നുവട, തൈരുവട, പൊക്കുവട, സവാളവട, പാലപ്പം, ഇടിയപ്പം, ഊത്തപ്പം, കൽത്തപ്പം, നെയ്യപ്പം, സൂലപ്പം, വെള്ളപ്പം, മസാലദോശ, സാദാദോശ, അരിദോശ, തട്ടുദോശ, ഉഴുന്നുദോശ, ഗോതമ്പ് ദോശ, പേപ്പർ ദോശ, ബിരിയാണി. ഇതൊന്നും ഇവിടെ ഇല്ല, ചോദിക്കരുത്. എന്താ അവിടെ ഒരു ബഹളം? അത് നെയ്യപ്പം വാങ്ങാനുള്ളവരുടെ തിരക്കാ. ഫ്രീ ആയിട്ട് കൊടുക്കാണോ? ഏയ് അല്ലെന്നേ, 2 ആഴ്ച മുമ്പ് ഉണ്ടാക്കിയ നെയ്യപ്പം തീരാതെ വന്നപ്പോ മുതലാളി ഒരു സൂത്രം പ്രയോഗിച്ചതാ. എന്ത് സൂത്രം? നെയ്യപ്പത്തിന് മാവ് കുഴച്ചപ്പോ അതിലൊരു സ്വർണ്ണ മോതിരം വീണുപോയെന്ന് നാട്ടുകാരോടങ്ങ് വെച്ച് കാച്ചി. അങ്കിൾ ഒരു ചെസ് ബോർഡ് വാങ്ങി തന്നു. വൈകിട്ട് അതുമായി ഞാൻ വീട്ടിലേക്ക് വരാം, ഒന്നിച്ചിരുന്ന് കളിക്കാലോ. സോറി, വൈകിട്ട് ഞാൻ കഥ കടച്ച് പഠിക്കുന്ന സമയമാ. ഡിസ്റ്റർബ് ചെയ്യരുത്. അപ്പോഴാ ശരിക്കൊന്ന് ഉറങ്ങുന്നേ. വിക്രമല്ലേ ആ നിൽക്കുന്നത്? ആ ചെറുക്കനെ ഒന്ന് പേടിപ്പിക്കാം. ഒടുക്കം നീ പേടിക്കാതിരുന്നാ മതി. നീ കണ്ടോ എന്താടാ ഇവിടെ ചുറ്റിക്കറങ്ങി നിൽക്കണത്? അത് പിന്നെ എന്തോന്ന്? അത് പിന്നെ ഒരു കാര്യം ആലോചിക്കുകയായിരുന്നു. അല്ല, ഏതാണ് വളരെ പഴയ മൃഗം? അത് സീബ്രയാ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ? ചേട്ടാ, ഈ ഗേറ്റ് ഒന്ന് തുറന്നു തരുമോ? പിന്നെന്താ. അയ്യേ, പെയിന്റ് രാവിലെ അടിച്ചതാ, ഉണങ്ങിയോന്നൊന്ന് നോക്കിയതാ. സില്ലി ബോയ്. പച്ചപ്പ് പോലുമില്ല. ഒരു കാലം വന്നുവെന്നാൽ നാം എന്ത് ചെയ്തിടും കൂട്ടുകാരെ? മഴയില്ല, ഉറവയില്ല, ഒരു തരി പച്ചപ്പ് പോലുമില്ല. ഒരു കാലം വന്നുവെന്നാൽ നാം എന്ത് ചെയ്തിടും കൂട്ടുകാരെ? ഭൂമിക്ക് വേണ്ടി, ജീവനു വേണ്ടി വെള്ളം കരുതണം നാം. മണ്ണിന് വേണ്ടി, ജലത്തിന് വേണ്ടി ഒന്നിച്ചിറങ്ങുക നാം. ഇനി ഒന്നായി ചൊല്ലുക നാം. വെള്ളമൊരിത്തിരി പോലും നമ്മൾ പാഴാക്കാതെ നോക്കണം. ജീവന്റെ സ്പന്ദനമായ ജലം എത്രയ മൂല്യമെന്നോർക്കണം. തിരിയൊത്തിരി കഥകൾ ചൊല്ലാം, കൂട്ടുകൂടി പാടി രസിക്കാൻ കൂട്ടുകാരെ വന്നെത്തി. ആനയും ഉറുമ്പും, ആനയും ഉറുമ്പും. അക്രുവിനെ കാണുന്നില്ലല്ലോ. കുഞ്ഞാ, ഓ, വന്നോ? എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വാഹനങ്ങൾ പോയിട്ടേ ക്രോസ് ചെയ്യാവോ എന്ന് അമ്മ പറഞ്ഞു. അതിനിപ്പോ വാഹനങ്ങളൊന്നും ഇല്ലല്ലോ.
അതാ പറഞ്ഞത് വാഹനങ്ങൾ പോകാൻ കാത്തു നിൽക്കുവാന്ന്. ഇങ്ങ് വാടാ. രാവിലെ എന്തിനാ ടീച്ചർ ചൂടായേ? അത് എക്സാം എഴുതാൻ ഹാൾ ടിക്കറ്റ് വേണമെന്ന് ടീച്ചർ. അങ്ങനെയാണെങ്കിൽ ഒരു ബാൽക്കണി ടിക്കറ്റ് തന്നെ എടുത്തോന്ന് ഞാൻ പറഞ്ഞു. അതിനാ. എക്സാമിന് നീ വല്ലതും എഴുതിയോ? ഇല്ല. നീയോ? ഞാനും ഒന്നും എഴുതിയില്ല. ഷെടാ, നമ്മൾ കോപ്പി അടിച്ചതാണെന്ന് ടീച്ചർ വിചാരിക്കില്ലേ? വരൂ വരൂ, ധൈര്യശാലികൾക്ക് പങ്കെടുക്കാം. പഴക്കുലയോട് ഏറ്റുമുട്ടാൻ താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം. രസികൻ തീറ്റ മത്സരം. 15 മിനിറ്റ് കൊണ്ട് 100 കുല പഴം കഴിക്കണം. അതാണ് മത്സരം. ആർക്കും പങ്കെടുക്കാം, എപ്പോഴും പങ്കെടുക്കാം. ആകെ വേണ്ടത് സ്വന്തമായൊരു വയറ് മാത്രം. 15 മിനിറ്റ് കൊണ്ട് 6 കുല പഴം കഴിക്കാനോ? ഞാനൊന്ന് ശ്രമിക്കാൻ പോവാ. ഞാൻ റെഡി. എല്ലാവരും കണ്ടോളൂ, ഒരു കൊച്ചുകുട്ടി ഈ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുകയാണ്. മത്സരം തുടങ്ങാം. മത്സരം തുടങ്ങും മുൻപ് ഞാൻ ഇപ്പൊ വരാം. എന്തു പറ്റി? എങ്ങോട്ടാ? ഇപ്പൊ വരാന്നേ. ഞാൻ എത്തിപ്പോയി. മത്സരം തുടങ്ങാം. നീ ഇത് എവിടെ പോയതാ? വീട് വരെ പോയതാ. എന്തിന്? 15 മിനിറ്റ് കൊണ്ട് 100 കുല പഴം തിന്നാൻ പറ്റുമെന്ന് റിഹേഴ്സല് നോക്കാൻ പോയതാ. പൈമ്പാലിക്കുട്ടനും ചേച്ചിയും ഒരു നാൾ പൂക്കൾ വിരിഞ്ഞത് കാണാൻ പോയി. പൈമ്പാലിക്കുട്ടനും ചേച്ചിയും ഒരു നാൾ പൂക്കൾ വിരിഞ്ഞത് കാണാൻ പോയി. പൈമ്പാലിക്കുട്ടന് പൂക്കള പേരുകൾ ചൊല്ലിക്കൊടുത്തു കുഞ്ഞേച്ചി. പൈമ്പാലിക്കുട്ടന് പൂക്കള പേരുകൾ ചൊല്ലിക്കൊടുത്തു കുഞ്ഞേച്ചി. പൈമ്പാലിക്കുട്ടനും ചേച്ചിയും ഒരു നാൾ പൂക്കൾ വിരിഞ്ഞത് കാണാൻ പോയി. പൈമ്പാലിക്കുട്ടനും ചേച്ചിയും ഒരു നാൾ പൂക്കൾ വിരിഞ്ഞത് കാണാൻ പോയി. ആ കുളത്തിൽ നിറമുള്ള താമരപ്പൂ, ഈ മരത്തിൽ മണമുള്ള ചെമ്പകപ്പൂ. ആ കുളത്തിൽ നിറമുള്ള താമരപ്പൂ, ഈ മരത്തിൽ മണമുള്ള ചെമ്പകപ്പൂ. വെള്ള നിറത്തിൽ തുമ്പപ്പൂ, അഴകുള്ള റോസാപ്പൂ. മഞ്ഞ നിറത്തിൽ കൊന്നപ്പൂ, ചേലുള്ള ചെത്തിപ്പൂ. സുഗന്ധം വീശി ഗമയിൽ നിൽക്കും മുറ്റത്തെ മുല്ലപ്പൂ. പൈമ്പാലിക്കുട്ടനും ചേച്ചിയും ഒരു നാൾ പൂക്കൾ വിരിഞ്ഞത് കാണാൻ പോയി. പൈമ്പാലിക്കുട്ടനും ചേച്ചിയും ഒരു നാൾ പൂക്കൾ വിരിഞ്ഞത് കാണാൻ പോയി. പൈമ്പാലിക്കുട്ടന് പൂക്കള പേരുകൾ ചൊല്ലിക്കൊടുത്തു കുഞ്ഞേച്ചി. പൈമ്പാലിക്കുട്ടന് പൂക്കള പേരുകൾ ചൊല്ലിക്കൊടുത്തു കുഞ്ഞേച്ചി. പൈമ്പാലിക്കുട്ടനും ചേച്ചിയും ഒരു നാൾ പൂക്കൾ വിരിഞ്ഞത് കാണാൻ പോയി. പൈമ്പാലിക്കുട്ടനും ചേച്ചിയും ഒരു നാൾ പൂക്കൾ വിരിഞ്ഞത് കാണാൻ പോയി. തിരിയൊത്തിരി കഥകൾ ചൊല്ലാം, കൂട്ടുകൂടി പാടി രസിക്കാൻ കൂട്ടുകാരി വന്നെത്തി. ആനയും ഉറുമ്പും നിന്റെ തടി പിന്നെ കൂടിയല്ലോ. അടുത്ത മാസം മുതല് തടി കുറയ്ക്കാൻ പോവാ.
രാവിലത്തെ നിന്റെ തീറ്റ കണ്ടാൽ അങ്ങനെ തോന്നുകയില്ല. എന്തായാലും തടി കുറയ്ക്കാൻ പോവല്ലേ, അപ്പോ മാക്സിമം തടിച്ചിട്ട് കുറയ്ക്കാമെന്ന് വെച്ചു. എന്നും 10 കിലോമീറ്റർ വെച്ച് ഒരു മാസം നടന്ന തടി കുറയും. എന്നും 10 കിലോമീറ്റർ വെച്ച് നടന്ന ഒരു മാസം കഴിയുമ്പോ ഞാൻ അടുത്ത കാട്ടിലെത്തില്ലേ? ആ പോകുന്നത് കുഞ്ഞാപ്പിയുടെ അച്ഛനല്ലേ? ചേട്ടാ ഒരു മിനിറ്റ്. ചേട്ടന്റെ മോനല്ലേ UKG-യിലെ കുഞ്ഞാപ്പി? അതെ, എന്താ കാര്യം? കുഞ്ഞാപ്പിയോട് നന്നായി പഠിക്കാൻ പറയണം. അതെന്താ, ക്ലാസ്സിൽ അവൻ നിന്റെ അടുത്താണോ ഇരിക്കുന്നേ? ഏയ് അല്ല, പരീക്ഷയ്ക്ക് അവന്റെ ഉത്തരം നോക്കി എഴുതി എനിക്ക് കിട്ടിയതേ 0 മാർക്കാ. ആനയും ഉറുമ്പും ആനയും ഉറുമ്പും. ഇന്ന് നമ്മുടെ സ്കൂൾ ക്രിക്കറ്റ് ടീമിന്റെ സെലക്ഷനാ, പോയാലോ? ക്രിക്കറ്റ് കളി കാണാത്ത ഞാൻ എന്തിനാ വരുന്നേ? കളിയൊക്കെ ഞാൻ പഠിപ്പിക്കാം, നീ വാ. സെലക്ഷന് ഞങ്ങളുമുണ്ട്. നന്നായി കളിക്കുന്നവരെയെ ടീമിലെടുക്കൂ. നല്ല വ്യായാമം വേണം. അത് പോട്ടെ, നിങ്ങൾ എന്നും ഓടാറുണ്ടോ? അമ്മ ഓടിക്കുമ്പോ ഓടാറുണ്ട്. പന്തെറിഞ്ഞ് പരിശീലിക്കാറുണ്ടോ? കരടിച്ചേട്ടന്റെ പറമ്പിലെ മാവിനെറിഞ്ഞ് പരിശീലിക്കുന്നുമുണ്ട്. അതുപോട്ടെ, ഒരു കളിയിൽ എത്ര സിക്സറുകൾ അടിക്കാറുണ്ട്? കളിച്ച് വൈകുമ്പോ അച്ഛൻ വടി കൊണ്ട് അടിക്കാറുമുണ്ട്. ഏത് കമ്പനിയുടെ ബാറ്റാ കയ്യിലുള്ളേ? ഓൾമിയാടൽ. അതേത് കമ്പനിയാ? ഓല മണലിന്റെ ബാറ്റാണെന്ന്. നിങ്ങൾക്ക് ബാറ്റിങ്ങിലോ ബൗളിങ്ങിലോ താല്പര്യം? എനിക്ക് ഗോളി ആയാ മതി. ഗോളിയോ? അതാവുമ്പോ ഗോൾ പോസ്റ്റ് ചാരി ചുമ്മാ നിൽക്കാലോ. ചതിച്ചു. ഇവനെ ഫുട്ബോളും കളിക്കും, അതുകൊണ്ട് മാറിപ്പോയതാ. ടീം ക്യാപ്റ്റൻ കുഞ്ഞനാണെങ്കിൽ നോ ബോളും വൈഡും എറിയുന്നവരെ എങ്ങനെ ശരിയാക്കും? ആഹാ, നോ ബോൾ കൊണ്ടും വൈഡ് കൊണ്ടും എറിഞ്ഞാലേ കരിങ്കല് കൊണ്ട് ഞാനും തിരിച്ചറിയും. എന്നോടാ കളി.